ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ലിൻ്റെ വിഷയം. കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി കേന്ദ്രത്തിലേക്ക് അയച്ച പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് ഇതുവരെ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടില്ല. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ലിനെക്കുറിച്ച് രാഷ്ട്രപതി ഇപ്പോഴും ഒപ്പുവെക്കാത്തതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് ഈ സർക്കാരിനും അങ്ങയുടെ പാർട്ടിക്കും ചെയ്യാൻ കഴിയുക? കേരള നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച നിയമമാണ് അത്. അതിലെന്തുകൊണ്ട് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നില്ല എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പുകളൊക്കെ തന്നെ, മന്ത്രാലയങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എവിടെയോ ഒരു പന്തികേടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതാണ്. കേരള ഗവൺമെൻറ് നേരത്തെ തന്നെ പ്ലാച്ചിമട സമര സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തവണ ആവർത്തിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ നിലപാടാണ് കേരള ഗവൺമെൻറ്റിനുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള ഗവൺമെൻറ് അതിൻ്റേതായ എല്ലാ ശ്രമങ്ങളും നടത്തും. അതോടൊപ്പം തന്നെ കേരളത്തിലെ എം പിമാരും നമ്മുടെ രാഷ്ട്രീയ സമൂഹവും കൂട്ടായി പ്രയത്നിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ബില്ല് രാഷ്ട്രപതിയുടെ ഒപ്പ് കിട്ടി പരിപൂർണമായി നിലവിൽ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. ആ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു നിലപാടുണ്ട്. ആ നിലപാടുമായി മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ പ്ലാച്ചിമട സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് പൂർണ്ണമായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. ഇനിയും നേരത്തെ നടത്തിയ ശ്രമങ്ങൾക്ക് പുറമെ ഇനിയും ഈ കാര്യത്തിൽ കൂട്ടായ ശ്രമം നടത്തുന്നതിന് സന്തോഷമേ.